നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോംജീസ് മിററിൽ ഞാൻ സോംജി ഇന്ന് ഷെയർ മാർക്കറ്റിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാർക്കറ്റ് ഒരല്പം താഴോട്ട് പോയിരിക്കുകയാണ്. 25,145 നിന്ന് നിഫ്റ്റി 24,800 എത്തുകയാണ് ഉണ്ടായത്. 800 നിന്ന് 850 കടന്നാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. അപ്പോഴും കുറേ അധികം പേർ ചോദിക്കുകയുണ്ടായി, മാർക്കറ്റ് എത്ര വരെ താഴാൻ സാധ്യതയുണ്ട്, എത്ര വരെ പോകും, ബെയർ മാർക്കറ്റിലേക്ക് കടക്കുകയാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർ ഉന്നയിച്ചു. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് തന്നെ ഒരല്പം പോകാമെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് ഇടിയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാരണങ്ങൾ എല്ലാവരും പറയുന്നത് അമേരിക്കയിലെ ജോബ് ഡേറ്റകൾ വന്നിട്ടില്ലായിരുന്നു, വരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇടിഞ്ഞത്. ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത്ര മുന്നോട്ട് പോകാവുന്ന ഏറ്റവും കൂടിയ ലെവലിലേക്കൊന്നും അത് എത്തിയിട്ടില്ല. എന്നാൽ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലിയ മോശമൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതികരണങ്ങൾ വീണ്ടും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ തന്നെയും മാർക്കറ്റ് ഇത്രയും ഇടിയുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ സംഗതി പ്രശ്നമാണ്. ഒരു കാരണവശാലും മാർക്കറ്റ് ഇത്രയൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞെങ്കിലും അതൊരു ബിയർ മാർക്കറ്റിലേക്ക് നീങ്ങുമെന്ന് പറയാനുള്ള സിഗ്നലുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന മാർക്കറ്റിന് എപ്പോൾ വേണേ ഒരു 5-10% ഒക്കെ കറക്റ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. അതങ്ങനെയാണ് മാർക്കറ്റ്. എന്നും അങ്ങനെ ആയിരുന്നു, ഇനിയും അങ്ങനെ ആയിരിക്കും. അതൊക്കെ കറക്ഷൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാലേ മാർക്കറ്റ് അതിൻ്റെ ശക്തിയോടെ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ഹെൽത്ത് അതിന് നിലനിർത്താനാവുകയുള്ളൂ. എന്നും ഉയരത്തിലേക്ക് മാത്രം പോകുന്ന മാർക്കറ്റിൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഇത്രയും ഉയർന്നു കഴിഞ്ഞപ്പോൾ പലരും വിചാരിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഉയരത്തിലേക്ക് ഇനിയും പോകാനുണ്ട്, അതുകൊണ്ട് നമുക്ക് നിക്ഷേപിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള വിചാരിക്കുന്നവരുമുണ്ട്. രണ്ടുപേർക്കും അപകടം തന്നെയാണ്. കാരണം ഈ രീതിയിലല്ല മാർക്കറ്റിനെ കാണേണ്ടത്. മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ച് നമ്മളുടെ നിക്ഷേപങ്ങൾ എങ്ങനെയായിട്ടുണ്ട് എന്ന് വാച്ച് ചെയ്യുക, അതിനനുസരിച്ച് മാറാൻ തയ്യാറാവുക. ഇതേ ഉള്ളൂ ലോങ് ടൈം നിക്ഷേപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നവരുടെ അവസ്ഥ. 25,000 മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ അത് അങ്ങനെ തന്നെ തുടർന്ന് പോകണം എന്നൊക്കെ നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? കാരണം ഈ ജനുവരി മുതൽ മാർക്കറ്റ് ആരും പ്രതീക്ഷിക്കാത്തത്ര റിട്ടേണാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര ഉയരത്തിലേക്കാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അതങ്ങനെ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. മാർക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കറക്ഷനുകളിലേക്ക് പോകും. ആ കറക്ഷനുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതുവരെ നോക്കിയിരുന്നാൽ ചില വമ്പൻ ഷെയറുകളുണ്ടാകും, അതൊക്കെ ഒരു 5-10% ഇടിഞ്ഞു വരുന്നത് അപൂർവമായിരിക്കും ചിലപ്പോൾ. ആ സമയങ്ങളിൽ നമ്മളതിനെ വാങ്ങാൻ തയ്യാറാവുക, നിക്ഷേപിക്കാൻ തയ്യാറാവുക. സാഹചര്യം അനുസരിച്ചാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾ ആ ഒരു കമ്പനിക്ക് നൽകുന്ന വാല്യൂ എത്രയുണ്ടെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നിട്ട് വേണം നിക്ഷേപിക്കാൻ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, മാർക്കറ്റിന് എപ്പോഴും കുറേ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെയും അനലിസ്റ്റുകളുടെയും എല്ലാം പ്രതികരണങ്ങളുണ്ടാകും. ഇങ്ങനെ വരുന്ന ഓരോന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടും ഇത്ര വരെ പോകും അത്ര വരെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളാരെങ്കിലും വാച്ച് ചെയ്തിട്ടുണ്ടോ? 1-2 ദിവസത്തെ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ പലതും ഗുണകരമാവും. പക്ഷേ ലോങ് ടൈമിലേക്ക് എങ്ങനെയാവുമെന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. എന്നാലേ കാര്യം നടക്കൂ. 25,000 മുകളിൽ നിന്ന് മാർക്കറ്റിന് 24,950 ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ട്. അതിന് താഴേക്ക് പോകാൻ വളരെ സാധ്യത കുറവാണ് ഈ ലെവലിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ നിങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പോൾ റെസിസ്റ്റൻസുകളൊന്നും ഉണ്ടാകാറില്ല. അതാണ് വസ്തുത. റെസിസ്റ്റൻസുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ അതിന് കാശ് മുടക്കി വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. മാർക്കറ്റിലൊരു സെൻറ്റിമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഫ്രീ ഫോളായി പോകുന്നത് പലപ്പോഴും. മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസുകൾ നമ്മൾ വിചാരിക്കുന്ന ഇടങ്ങളിലൊന്നും നിൽക്കണമെന്ന് ഒരു ഇതുമില്ല. അപ്പോൾ
ആ റെസിസ്റ്റൻസിനനുസരിച്ച് നമുക്കൊന്നും ചെയ്യാനുമാകില്ല. 98 രൂപ മുതൽ 110 രൂപയിലൊക്കെ കിടന്ന് ടാറ്റ മോട്ടേഴ്സ് കുറേ കാലങ്ങൾ ട്രേഡ് ചെയ്യും. അപ്പോൾ ഒരു ബ്രോക്കറേജ് സ്ഥാപനവും അതിൽ നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഒരു അനലിസ്റ്റുകളും അത് ഉയരങ്ങളിലേക്ക് പറക്കാനിരിക്കുകയാണ്, ഇത്രയൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് 1100 എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെക്കമെൻഡേഷൻസ് തരാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ആളുകളുണ്ട്. ആ രീതി മാർക്കറ്റിന് എപ്പോഴും ഉള്ളതാണ്. അത് നിങ്ങൾ കണ്ടറിയണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇത് വേണോ വേണ്ടയോ, നിക്ഷേപിക്കണോ നിക്ഷേപിക്കണ്ടേ എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആവുന്നത്, ശരിക്കും ഒരു ഇൻവെസ്റ്റർ ആവുന്നത്. ആ രീതിയിൽ ഓരോന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ വഴി. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ആകും. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സാധാരണക്കാരായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് മാർക്കറ്റിനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പണം എല്ലാം ഉണ്ടെന്ന് ഒരു ഷെയറിൽ നിക്ഷേപിക്കരുത്. അതിനനുസരിച്ച് മാത്രമുള്ള നിക്ഷേപമേ പാടുള്ളൂ. നിങ്ങൾക്കൊരു 10 കൊല്ലത്തേക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനിടയിൽ അത് എടുക്കാണ്ടി വരില്ല എന്നുള്ള സങ്കല്പം തന്നെ ഉണ്ടാകണം. എന്നിട്ട് വേണം നിക്ഷേപിക്കാൻ. ഇത്രയും കാര്യങ്ങൾ അറിയുക തന്നെ വേണം. എങ്കിലേ മാർക്കറ്റിനനുസരിച്ച് നമുക്ക് നമ്മളുടെ നിക്ഷേപത്തിൽ സങ്കടപ്പെടാതെ മുന്നോട്ട് പോകാനാവും. ബിയർ മാർക്കറ്റുകൾ എന്തായാലും വരും, അതിനൊന്നും പേടിക്കണ്ട. സംശയമില്ലാത്ത കാര്യമാണതൊക്കെ. മാർക്കറ്റിന് താഴാതെ എന്തായാലും സാധിക്കില്ല. അത് താഴുകയും അത് ഉയരുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ സ്ഥിരപ്രജ്ഞയാണോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ചോദ്യം. അതൊക്കെ ഇരിക്കട്ടെ, മാർക്കറ്റ് അങ്ങനെയൊക്കെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ഒരു 2 ഷെയറുകളുടെ രീതി നമുക്കൊന്ന് നോക്കാം. CDSL ആണ്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് നൽകുന്ന സ്ഥാപനം. ഒരു മോണോപോളിയാണ്. അതിനെപ്പോലെ തന്നെ വേറൊരു കമ്പനി ഇല്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ആ കമ്പനി അടുത്ത ദിവസങ്ങളിൽ ബോണസൊക്കെ നൽകിയിരുന്നു. ബോണസ് നൽകിയതിന് ശേഷം ഇപ്പോഴത് 1401 ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഷെയറാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള സംവിധാനങ്ങൾ വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അത് റിസർച്ച് നടത്തുക. അതിൻ്റെ സാമ്പത്തികം എങ്ങനെയാണ്, അതിനെന്ത് ചെയ്യാനുണ്ട്, മാർക്കറ്റിൽ ഇനി അതിനുള്ള വളർച്ച എത്രയാണ് എന്നൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കണക്ക് കൂട്ടിയതിന് ശേഷം മാത്രം അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഉപയോഗിക്കുക. ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഷെയർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ തന്നെ 300% റിട്ടേൺ എനിക്ക് തന്നതാണ്. കുറച്ചേ ഉള്ളൂ, എമൗണ്ടൊക്കെ വളരെ ചെറുതാണ്. എന്നാൽ തന്നെ അത്തരം റിട്ടേൺ തന്ന ഒരു ഷെയറാണ്. അത് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ 1400 നിൽക്കുന്നു. അതിന് വീണ്ടും എത്ര വരെ പോകാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിന് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളത് നോക്കണമെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കഥയാണ്. എത്ര DP അക്കൗണ്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ആ DP അക്കൗണ്ടുകൾ എത്രമാത്രമാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നും ഒക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. മാർക്കറ്റിൽ ഇടപെടുന്ന ആളുകളുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടുന്നുണ്ട് ഇപ്പോൾ. കാരണം എല്ലാ നിക്ഷേപങ്ങളിൽ നിന്നും കിട്ടുന്നതിന് കൂടുതൽ റിട്ടേണുകൾ ലഭിക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് എന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ഒരു 8 കോടിയിൽ കൂടുതൽ ആളുകളൊന്നും ഈ ഷെയർ മാർക്കറ്റിൽ നിന്ന് നിക്ഷേപിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അതൊരു 14 കോടിയിലേക്കും 16 കോടിയിലേക്കും ഒക്കെ വരാൻ ഒരുപാട് താമസമുണ്ടെന്ന് വിചാരിക്കുന്നയാളല്ലേ ഞാൻ. കാരണം മാർക്കറ്റ് ആ രീതിയിൽ വളരുന്നുണ്ട്, ഇന്ത്യയുടെ എക്കണോമി ആ രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ CDSLന് ഒരു സാധ്യതയുണ്ട്. അത് മുതലാക്കാൻ നമ്മൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടേതാണ് കാശ്, നിങ്ങളാണ് നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വേണം ചെയ്യാൻ. മറ്റൊന്ന്, ലിസ്റ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ലിസ്റ്റ് ചെയ്ത ടാറ്റ ടെക്നോളജീസാണ്. 500 രൂപയുടെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്ന ഷെയർ 1400 രൂപ വരേക്കാണ് പോയത്. അപ്പോൾ എത്രയാണ് അതിൻ്റെ റിട്ടേൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഷെയർ ഇപ്പോൾ 1100 മുകളിലേക്ക്, 100-അടുത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ട്രേഡിങ്ങിൽ അത് 100 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിക്ഷേപ സാധ്യതയുണ്ടെന്നൊക്കെ ഒരുപാട് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വരുന്നു. 1250 അടുത്ത ലക്ഷ്യം, 1150-നും 200-നും ഇടയിലാണ് ലക്ഷ്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത ആളാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ പോവുക. കാരണം നിങ്ങൾക്ക് ആ ഷെയറിനെ വിശകലനം ചെയ്യാം. നിങ്ങൾക്ക് ആ ഷെയറിൻ്റെ 6 മാസത്തെയോ അതിൻ്റെ
ഇഷ്യൂ പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് തുടങ്ങിയുള്ള രീതികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. ടാറ്റ ടെക്നോളജീസ്, ടാറ്റ എലക്സി ഇതിനേക്കാളും പ്രോഗ്രസ്സിന് സാധ്യതയുള്ള ഒരു ഷെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ടെക്നോളജി, ഓട്ടോമൊബൈൽ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് അതിന് കുറച്ച് കഴിയുമ്പോഴെങ്കിലും കാഴ്ചവെക്കാനാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ളത് കൊണ്ടാണ് അതിനൊരു നിക്ഷേപ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ഷെയറിന് എത്ര വരെ പോകും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെയുള്ള വാചകങ്ങളായി പോകും. കാരണം അതിനൊരു സാധ്യത, അത് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഷെയറാണെന്ന്, ഒരു കമ്പനിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടാറ്റയുടെ അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഒരു 50% കൂടുതൽ വളർച്ച അതിനൊരു 5 വർഷത്തിനിടയിലെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഷെയറാണത്. അതിനെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ നിക്ഷേപിക്കുക. ഇതൊന്നും എൻ്റെ ഒരു റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഞാൻ സാധാരണയായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ആ ഷെയറിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. കുറേയധികം ഷെയറുകൾ നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് തന്നെ 100% റിട്ടേണുകളൊക്കെ തന്ന് കടന്നു പോയി കഴിഞ്ഞു. അതിൽ കുറേ ഷെയറുകൾ, നല്ല ഷെയറുകളുണ്ട്. നമ്മളുടെ കിറ്റെക്സ്, നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ കിറ്റെക്സ്, അതൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരുന്ന ഷെയറുകളാണ്. ആ രീതിയിൽ അതൊക്കെ നോക്കുമ്പോൾ ടാറ്റ ടെക്നോളജീസിന് ഉള്ള സാധ്യത വിപുലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്തരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇത്തരം ഷെയറുകൾ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഇതാദ്യമായി കണ്ടവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനോ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സംവിധാനമുണ്ട്. IIFL സെക്യൂരിറ്റീസിൻ്റെ ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു സഹായവും വേണ്ട. മറ്റൊന്ന്, ഇതിന് പൈസയൊന്നും മുടക്കണ്ട. നിങ്ങൾ വാങ്ങുന്നതിനാണ് പൈസ കൊടുക്കേണ്ടത്, അല്ലാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനൊക്കെ സൗജന്യമായി ചെയ്തു തരുന്നു. അത് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വാട്സാപ്പ് മുഖേന ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു. ഇനിയും കാണാം.